നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നാണ് വാഴപ്പിണ്ടി. പക്ഷേ വാഴപ്പിണ്ടി കൊണ്ട് എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും കഴിക്കാൻ കുറച്ച് മടിയാണ്. വാഴപ്പിണ്ടി കൊണ്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ വാഴപ്പിണ്ടിയാണെന്ന് ആരും തിരിച്ചറിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് വാഴപ്പിണ്ടി കൊണ്ട് നല്ലൊരു സൂപ്പ് കുടിച്ചാലോ, അതിനുശേഷം ചോറിൻ്റെ കൂടെ നല്ലൊരു തോരനായാലോ, ഇനി അതും കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് നല്ലൊരു സംഭാരം, അതും വാഴപ്പിണ്ടി കൊണ്ടായാലോ. ഇനി നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞെണീക്കുമ്പോൾ ചായയും നല്ല വാഴപ്പിണ്ടി ബജിയും കൂടെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? എന്താ ടേസ്റ്റ് എന്നറിയാം ഈ ബജിയൊക്കെ കഴിക്കാൻ. വാഴപ്പിണ്ടി കഴിക്കാത്ത ആരും ഇതൊക്കെ കഴിച്ചു പോകും. അതാണ് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഈ സ്പെഷ്യൽ വിഭവങ്ങളുടെ പ്രത്യേകത. പൂർണ്ണമായും വാഴപ്പിണ്ടിയാണ് ചേർത്തിട്ടുള്ളതെങ്കിലും തോരനൊഴിച്ച് വേറെ ഒന്നിലും കണ്ടുപിടിക്കില്ല വാഴപ്പിണ്ടിയാണ് ഇത് ചേർത്തിട്ടുള്ളതെന്ന്. അത്രയും രസമായിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമ്മുടെ യൂറിൻ ഇൻഫെക്ഷനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കും പ്രമേഹം നിയന്ത്രിക്കാനും അങ്ങനെ എല്ലാ ഒട്ടുമുക്കാൽ അസുഖങ്ങൾക്കും ഒരു അത്ഭുത മരുന്ന് പോലെയാണ് നമ്മുടെ വാഴപ്പിണ്ടി. പക്ഷേ ആർക്കും കഴിക്കാൻ വയ്യ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ വാഴപ്പിണ്ടി എടുത്ത് അതിൽ കുറച്ച് ചുവന്നമുളകും കുറച്ച് ജീരകവും കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ നമ്മുടെ അരച്ച മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അരച്ച് കഴിയുമ്പോൾ വാഴപ്പിണ്ടിയുടെ കളർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും ഇതിൽ കലക്കി കഴിയുമ്പോൾ ഒരു കളർ ചേഞ്ചും വരില്ല. നമ്മുടെ ചുവന്ന മുളകിൻ്റെ ആ ചെറിയൊരു ചുവപ്പ് കളർ മാത്രമേ വരുള്ളൂ. ഇഞ്ചിയുടെ ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറും കറിവേപ്പിലയൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ, ഈ വാഴപ്പിണ്ടി ആണെന്നൊന്നും ഒരിക്കലും ആരും കണ്ടുപിടിക്കില്ല. നന്നായിട്ട് ഇതിനെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. വണ്ണം കുറയ്ക്കാൻ നല്ലതാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ഒരു പരീക്ഷണം എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ. അപ്പോൾ വാഴപ്പിണ്ടി എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ എത്തുകയും ചെയ്യും. ദോശ ആയതുകൊണ്ട് തന്നെ നല്ല മൊരുമരാന്ന് നല്ല ക്രിസ്പി ആയിട്ട് ആക്കിയെടുക്കാനും പറ്റും. ഇതിൽ വാഴപ്പിണ്ടിയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പക്ഷേ വാഴപ്പിണ്ടിയാണ് ഇതിൽ അരച്ച് ചേർത്തിട്ടുള്ളത്. രണ്ട് സൈഡ് നന്നായി മൊരിച്ചെടുക്കുക. ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും ചുവന്നമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് ചേർന്നിട്ട് നല്ലൊരു ദോശയാണ്. ഇതിൻ്റെ കൂട്ടിക്കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട ആവശ്യമില്ല. ചട്നിയുടെയും സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമുക്ക് സാമ്പാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് മുക്കി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, ഒത്തിരി പോഷക സമ്പുഷ്ടമെന്ന് പറയാമല്ലോ. അതാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഊണിന് മുമ്പായിട്ട് നമുക്കൊരു സൂപ്പ് കഴിച്ചാലോ. വാഴപ്പിണ്ടി സൂപ്പാകുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ വാഴപ്പിണ്ടി ആയതുകൊണ്ട് തന്നെ മടി കുറച്ച് കൂടുതലായിരിക്കും എല്ലാവർക്കും. പക്ഷേ ഈ ഒരു സൂപ്പ് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇതിൽ കുരുമുളകൊക്കെ നിറയെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ആദ്യം നമുക്ക് വാഴപ്പിണ്ടി ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ നാരൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കഴുകിയ വാഴപ്പിണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർക്കാം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ കുറച്ചൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് ആദ്യം പച്ചമുളകും ഇഞ്ചിയും വാഴപ്പിണ്ടിയും ഒന്ന് വേവിച്ചെടുക്കണം. പച്ചമണമൊക്കെ മാറി വെന്ത് കിട്ടണം. കിഡ്നി സ്റ്റോണിനൊക്കെ ബെസ്റ്റ് മരുന്ന് കേട്ടോ നമ്മുടെ വാഴപ്പിണ്ടി. എന്നിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഈ വേവിച്ച വാഴപ്പിണ്ടിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അരിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ സത്ത് മാത്രം എടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള വേസ്റ്റ് എല്ലാം മാറ്റിയിട്ട് ആ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതപ്പോൾ ജ്യൂസായിട്ടോ എങ്ങനെ വേണമെങ്കിലും വാഴപ്പിണ്ടി നമ്മുടെ ഉള്ളിൽ പോകുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. സാധാരണ നമ്മുടെ സൂപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ ഒരു സൂപ്പിനും ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ബട്ടർ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സൂപ്പ് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ബട്ടറിൻ്റെ ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണയോ ബട്ടറോ ഒന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ചെറുതായിട്ട് പച്ചമുളകിൻ്റെയും പിന്നെ ആ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു ആ സൂപ്പിൻ്റെ ഒരു തിക്നെസ്സും ഒക്കെ കൂടി ചേർത്ത് നല്ല ഫ്ലേവറാണ്. കുരുമുളക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൊണ്ടയ്ക്കും വളരെ നല്ലതാണ്. ഈ ഒരു സമയത്ത് കോൾഡും കഫും ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ
ശരീരത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കും കോൾഡിനൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിക്കണം. ഊണ് കഴിക്കാനായിട്ട് ഊണിനൊരു തോരൻ തയ്യാറാക്കാം. തോരൻ തയ്യാറാക്കുമ്പം അതും നമുക്ക് വാഴപ്പിണ്ടി കൊണ്ടായാലോ. ഇത് മാത്രമാണ് വാഴപ്പിണ്ടി എന്ന് കാണുന്നത്, ബാക്കി എല്ലാ റെസിപ്പീസും വാഴപ്പിണ്ടിയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തുള്ള തോല് റിമൂവ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ലൈസസ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ നാര് പൂർണ്ണമായിട്ടും കളയാൻ ശ്രമിക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങ, ജീരകം, കറിവേപ്പില, ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ചതച്ചെടുക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. സാധാരണ പോലെ തന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയോ ചെറിയ ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച വാഴപ്പിണ്ടി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ, പച്ചമുളക്, ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും. നമ്മുടെ വാഴപ്പിണ്ടി നന്നായി വെന്തിട്ടുണ്ട്, അരപ്പൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ചോറും ഈ ഒരു തോരനും മാത്രം മതി ഊണ് കഴിക്കാൻ, അത്രയും ടേസ്റ്റിയാണ്. ചട്ടി തന്നെ ഇരുന്നത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേഗം ഇതിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരന് റെഡി ആയിട്ടുണ്ട്. ഇനി ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സംഭാരം പതിവുള്ളതാണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സംഭാരമൊക്കെ കഴിക്കാൻ. ഇന്നത്തെ സംഭാരവും വാഴപ്പിണ്ടി കൊണ്ടാണ് കേട്ടോ. വാഴപ്പിണ്ടിയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. വാഴപ്പിണ്ടി ചേർത്തിട്ടൊരു സംഭാരം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? പക്ഷേ വാഴപ്പിണ്ടി ആണെന്നൊന്നും അറിയില്ല. വാഴപ്പിണ്ടി കഴിക്കാത്ത ആൾക്കാരെ കഴിപ്പിക്കാൻ പറ്റിയ ഐഡിയ ആണിത്. വാഴപ്പിണ്ടി മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ കണ്ടോ, വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും വാഴപ്പിണ്ടിയിലുള്ള വെള്ളമാണ് ഈ വന്നിട്ടുള്ളത്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം കൂടുതൽ വേണമെങ്കിൽ വാഴപ്പിണ്ടി കൂടുതൽ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ നന്നായി അരിച്ച് വാഴപ്പിണ്ടിയുടെ ആ ഒരു ചണ്ടിയൊക്കെ മാറ്റിയിട്ട് ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി സംഭാരം റെഡി ആയിട്ടുണ്ട്. നിറയെ ഐസ് ക്യൂബ്സും ചേർത്ത് അങ്ങോട്ട് കുടിക്കുക. വാഴപ്പിണ്ടിയാണെന്നൊന്നും ഒരാളും മനസ്സിലാക്കില്ല, അത്രയും ടേസ്റ്റിയാണ്. സാധാരണ സംഭാരം പോലെ തോന്നുള്ളൂ. പക്ഷേ ഇതിൽ വേറെ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. വാഴപ്പിണ്ടിയുടെ ജ്യൂസ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിറയെ ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി ഊണ് കഴിഞ്ഞു സംഭാരമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് ചായയുടെ സമയമാകുമ്പോൾ നല്ലൊരു വാഴപ്പിണ്ടി ബജി കൂടെ ആയാലോ. വാഴപ്പിണ്ടി ബജി ഉണ്ടാക്കി എങ്ങനെയിരിക്കും, വാഴപ്പിണ്ടിയുടെ ടേസ്റ്റ് വരുമോ, ഇങ്ങനെയൊക്കെ ഒത്തിരി ഡൗട്ട് തോന്നും നമുക്ക്. പക്ഷേ നമ്മുടെ പൊട്ടറ്റോ ബജിയൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും. ഒരിക്കലും വാഴപ്പിണ്ടിയാണെന്ന് ഇതാരും തിരിച്ചറിയില്ല. ആദ്യം നമുക്ക് വാഴപ്പിണ്ടി കട്ട് ചെയ്തെടുക്കണം. തോലൊക്കെ കളഞ്ഞതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി കനത്തിൽ കട്ട് ചെയ്ത് നൈസായിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നാരൊക്കെ ആദ്യം നല്ല ക്ലിയർ ആയിട്ട് കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ബജിക്കുള്ള മാവ്, അതിനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിലേക്ക് ആദ്യം നമുക്ക് നല്ല കളറ് വേണമല്ലോ ബജിക്ക്, അതിനായിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഈ ബജിയുടെ ഇടയ്ക്ക് കുറച്ച് ജീരകം കൂടെ കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റാണ്. കുറച്ച് ജീരകം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് നന്നായി ക്രിസ്പിയായി കിടക്കും. നല്ല രസമാണിത് ബജിയുടെ ഇടയ്ക്ക് കഴിക്കാൻ. ഇനി ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ കറക്റ്റ് ബജിയുടെ പാകത്തിന് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ഇതുപോലെ ബജിമാവിൽ മുക്കി ഫുള്ള് കവർ ചെയ്യുന്ന മാതിരി മുക്കിയതിന് ശേഷം സാധാരണ ബജി ഉണ്ടാക്കുന്ന പോലെ എണ്ണയിലിട്ട് കൊടുക്കുക. നല്ല നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉൾഭാഗം നന്നായി വെന്തിട്ടുണ്ടാവും. അതുപോലെ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ആ കായത്തിൻ്റെയും കറിവേപ്പിലയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല രസമുള്ള മണവും ടേസ്റ്റും. ഇതിൻ്റെ ഒപ്പം നല്ല ചൂട് ചായയും കൂടെ വേണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബജിയാണ്, ഒപ്പം നല്ല ഹെൽത്തി. ഇനി വാഴപ്പിണ്ടി കഴിക്കില്ല എന്ന് ആരും പറയില്ല. വാഴപ്പിണ്ടി എന്നറിയാതെ തന്നെ അതുപോലെ തന്നെ വാഴപ്പിണ്ടിയുടെ ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് മാറ്റി ദോശയായിട്ടും സംഭാരമായിട്ടും സൂപ്പായിട്ടും ഇപ്പോൾ ദാ ബജിയായിട്ടും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ വാഴപ്പിണ്ടി. അത്രയും ടേസ്റ്റി ഹെൽത്തിയാണ്. ഇനി ആരും വാഴപ്പിണ്ടി കഴിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരില്ല. ആകെ തോരൻ മാത്രമാണ് നമുക്കത് വാഴപ്പിണ്ടിയാണെന്ന് അറിയുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.